ഗായ്സ്. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. നല്ല റൂമായിരുന്നു. ഹോട്ട് വാട്ടറും ബെഡ് ഹീറ്ററും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഭയങ്കര തണുപ്പായിരുന്നു ഗായ്സ്. രാവിലേക്ക് എണീക്കുമ്പോൾ -7 ആണ്. ഞങ്ങൾ തെർമലും ടീഷർട്ടും ജാക്കറ്റും ഇട്ടിട്ടാണ് നിന്നത്. എന്നിട്ടും തണുപ്പായിരുന്നു. ഹോട്ടലിൽ നിന്ന് തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും. ഇതാണ് കൊച്ചും ചേട്ടൻ്റെ റൂം. ബെഡ് ഹീറ്റർ ഉണ്ടെങ്കിലും 3 ബെഡ്ഷീറ്റ് പുതച്ചാലേ നമുക്ക് ഉറങ്ങാൻ പറ്റൂ. 8:30 വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ശ്രീനഗറിലെ പ്രധാന സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണണം. ഞങ്ങളുടെ ഡ്രൈവർ അങ്കിളും എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഡാൽ ലേക്ക്. പപ്പയ്ക്കും അമ്മയ്ക്കും ജാക്കറ്റ് വാങ്ങിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ജാക്കറ്റ് വാങ്ങിക്കാൻ പോയി. നാട്ടിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ കാശ്മീരിലെ സൺഡേ മാർക്കറ്റിൽ നിന്നോ ജാക്കറ്റും എല്ലാം മേടിച്ചിട്ട് നിൽക്കാവൂ. ഇവിടെ നിന്ന് മേടിച്ചാൽ പണി കിട്ടും. ഭയങ്കര വില കൂടുതലാണ്. ഞങ്ങൾ ആദ്യം ശങ്കരാചാര്യ ടെമ്പിളിലേക്കാണ് പോയത്. തീവ്രവാദി താൽവാരത്തിൽ നിന്നും ആയിരമടി ഉയരത്തിലാണ് ക്ഷേത്രം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രത്തിൽ ഒന്നാണ്. ഏകദേശം 240 കൂടുതൽ സ്റ്റെപ്പുകളുണ്ട്. ബിഗ് ബോസിലെ സിജോ ചേട്ടനും വൈഫുമാണ്. ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല. ഇവിടുന്ന് നോക്കിയാൽ ഡാൽ ലേക്കും താഴെയുള്ള സ്ഥലങ്ങളും ഒക്കെ കാണാം. ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചു. അവിടുത്തെ പ്രസാദം കൽക്കണ്ടമാണ്. ഡ്രൈവറങ്ങൾ കാശ്മീരിയാണ്. പക്ഷെ അങ്ങനെ പാട്ട് വലിയ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ പോയത് പാരിമഹൽ എന്ന് പറഞ്ഞൊരു ഗാർഡനേക്കാണ്. 7 ടെറസുള്ളൊരു മുഗൾ ഗാർഡനാണിത്. ഇവിടെയും മഞ്ഞ് വീണ് കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നാളെയാണ് ശരിക്കുള്ള മഞ്ഞ് കാണാൻ പോകുന്നത്. ഞങ്ങൾ ഇന്ന് സ്ഥലങ്ങൾ കാണാൻ പോയെന്നേ ഉള്ളൂ. ഞങ്ങൾ നാളെയാണ് ശരിക്കും കുറേ മഞ്ഞുകൾ കാണാൻ പോകുന്നത്. എല്ലായിടത്തും നല്ല രസമായിരുന്നു.
ക്രിസ്മസായി മുഗൾ ഗാർഡനിലേക്കാണ് ഞങ്ങൾ പിന്നെ പോയത്. പൂക്കളൊക്കെ ഉള്ളപ്പോഴാണ് ഗാർഡൻ കാണാൻ അടിപൊളിയായിട്ടുള്ളത്. അടിപൊളിയായിരുന്നു കടയിലെ സാധനങ്ങളൊക്കെ, കണ്ടാൽ മേടിക്കാൻ തോന്നുന്നു എനിക്ക്. അവിടുന്ന് എനിക്കൊരു വാട്ടർ പ്രൂഫ് സോക്സും ഗ്ലൗസും വാങ്ങിച്ചു. അവിടുത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് കാശ്മീരി കാവ. ഞങ്ങൾ അവിടെ വെച്ച് സിജോ ചേട്ടനെ കണ്ടു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് സിജോ ചേട്ടനാണ്. ഞങ്ങൾ പിന്നെ പോയത് ഡാൽ ലേക്കില് ഷിക്കാര റൈഡ് ചെയ്യാനാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉള്ളത്. നല്ല രസമായിരുന്നു ഡാൽ ലേക്കൊക്കെ. ആ വെള്ളമൊക്കെ ഒഴുകുന്നതും ഒക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു. ആ സൂര്യനെ, ഈ വെളിച്ചത്ത് ഈ സൂര്യനെ ഒക്കെ കാണുമ്പോഴും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബോട്ടിങ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഞങ്ങൾ പാട്ടൊക്കെ പാടിയിരുന്നു. കുറെ കച്ചവടക്കാര് സാധനങ്ങളായിട്ട് നമ്മുടെ അടുത്തേക്ക് എടുക്കണ്ടില്ലേ. രണ്ടാമത്തെ പെഗ്ഗിനായി മനമൊന്ന് തുടിച്ചു. മൂന്നാമത്തെ പെഗ് അടിച്ചിട്ട് നമ്പർ ഞാൻ കറക്കിട്ട് ചതിച്ചേടാ എന്നെ. ഈ എന്റെ 10 കൊല്ലം പോയടാ. കൊച്ചു വെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കക്കറമ്പി. അതിക്കുള്ളം തൊഴിച്ച് ഞങ്ങളുടെ കല്ല് കുടിക്കുമ്പോ പറയടി കക്കക്കറിയിലേ ഉള്ളിക്കുയിലേ. അവിടുന്ന് ഞങ്ങൾ പിന്നെ പോയത് നിഷ ഗാർഡനേക്കാണ്. കാശ്മീരിലെ വലിയൊരു മുഗൾ ഗാർഡൻ ആണിത്. പക്ഷെ ഈ ഗാർഡന് പൂക്കളുള്ള സമയത്താണ് കാണാൻ ഭംഗി. വിന്റർ സീസൺ ആയതുകൊണ്ട് പൂക്കളൊന്നും ഇല്ലായിരുന്നു. അവിടുന്ന് ഞങ്ങൾ കുറച്ച് റീലൊക്കെ എടുത്ത് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. അപ്പോഴത്തേക്കും വൈകുന്നേരം 6 മണിയായിരുന്നു. ഇനി നാളെ കാണാം.